റിങ്കി റിങ്കി ആ രാവിലെ തന്നെ തുടങ്ങിയാടി നിന്റെ കുസ്തി. ആ ഇതുവാടി നിനക്ക് നാണം ഉണ്ടോടി പാവം മെത്ത എങ്ങനെ ഇട്ട് ഇടിക്കാൻ? എടി നീ ഇടിച്ചു കഴിഞ്ഞാ നിന്നെ തിരിച്ചിടിക്കുമെന്ന് ധൈര്യമുള്ള ആരെങ്കിലും ഇടിക്കാൻ നിനക്ക് ധൈര്യം ഉണ്ടോടി? ധൈര്യം ഉണ്ടാ? ധൈര്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലെന്താ? ആര് പറഞ്ഞ്? നിന്റെ മുട്ടുകാല് തമ്മിൽ കൂട്ടിയിടിക്കും. നിനക്ക് ഈ ജാട വർത്താനം പറയാൻ മാത്രമേ നിന്നെ കൊണ്ട് കൊള്ളത്തുള്ളൂ. കേറി നീ പോ ചുമ്മാ ചൊറിയാതെ പോ. ഞാൻ ചിലപ്പോ ഞാൻ ഇങ്ങനെ വരും. നിന്നെ ചൊറിയും, നിന്നെ മാന്തും, അടിക്കും ഞാൻ. എന്ത് ചെയ്യും? എന്ത് ചെയ്യടി? എന്ത് ചെയ്യും? വേണ്ട വേണ്ട വേണ്ടാന്ന് വയ്ക്കുമ്പോ നീ എന്റെ തലയിൽ കയറി നിരങ്ങുന്ന മതിയാടി. സ്വപ്നായിരുന്നു. വെറുതെ കീറി കളിച്ചു. അയ്യോ മുട്ടക്കറിയാ? ചിക്കനാണോ? നല്ല മണം പറഞ്ഞു. പെട്ടെന്ന് പോവാ. മണിയെ എന്തിനിങ്ങനെ ഇത്ര രാവിലെ കഷ്ടപ്പെടുന്നത്? നീ വല്ല പുട്ടോ ദോശയിലോ ഉണ്ടാക്കിയ പോരായിരുന്നു. ഇടിയപ്പം മുട്ടക്കറിയും കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് നിങ്ങളല്ലേ ഇന്നലെ പറഞ്ഞേ? ഓ അതുകൊണ്ടാണോ ഓ ഈ രാവിലെ വന്ന് കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരാൻ ഞാൻ അല്ലേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയെങ്കിൽ മണി ഇത് മൊത്തം ഞാൻ തന്നെ തിന്നും. കഴിച്ചോ. അപ്പൊ പിള്ളേർക്കോ? അവളുമാർക്ക് വല്ല ഗോതമ്പ് പശ ഉണ്ടാക്കി കൊടുക്കാം. എന്തോന്ന്? അമ്മയുടെ മനസ്സിരിപ്പ് മനസ്സിലായമ്മ. അമ്മ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തന്നെ. എന്തെങ്കിലുമൊക്കെ ഒരു ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞ ദോശ അച്ഛനും കരിഞ്ഞ ദോശ ഞങ്ങൾക്കും. ഈ മീൻ പൊരിക്കുകയാണെങ്കിൽ കരിഞ്ഞതൊക്കെ ഞങ്ങൾക്കും, നല്ല നല്ല വൃത്തിയുള്ള മീനൊക്കെ അച്ഛനും. എന്തോന്നമ്മ ഇത്? എടി നിന്റെ അച്ഛൻ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ട്. അമ്മ ഒന്നും പറയണ്ട. അമ്മ അല്ലെങ്കിൽ എപ്പോ ഇവിടെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും അച്ഛന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ അമ്മ ഫുഡ് കുക്ക് ചെയ്യുള്ളൂ. ഇവിടെ അമ്മ ഒരു സാരി ഉടുക്കണമെങ്കിൽ പോലും എല്ലാം അച്ഛന്റെ ഇഷ്ടം. പിന്നെ ഈ വീട്ടിൽ ഇതൊന്നും പറ്റൂല. ഞാൻ സമ്മതിക്കില്ല. ഞാൻ പല്ല് വെച്ചില്ല. കഴിക്കാൻ ഇടിയപ്പോ? ഓ അതെ, ഒരു കാര്യം പറയട്ടാ. ഇവള് ഇന്നലെ എന്റെ അടുത്ത് പറയാണ് ഇവള് ഡയറ്റ് ചെയ്യാൻ പോവാണ്, വണ്ണം കുറയ്ക്കണം. അതുകൊണ്ട് ഇനി മുതൽ ഗോതമ്പ് മതി, അരി ആഹാരം ഒന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ ആളാണ്. അതിപ്പോ ഇടിയപ്പോ മുട്ടക്കറി കാണുമ്പോ ആർക്കായാലും കഴിക്കാൻ തോന്നുമല്ലോ അല്ലേ? ഇടിയപ്പോ മുട്ടക്കറിയും കഴിക്കാൻ തോന്നും. ഇന്ന് ഇത് കഴിച്ചിട്ട് ഉച്ച തൊട്ട് ഡയറ്റ്. പല്ല് വെച്ചിട്ട് പോയി പല്ല് വെച്ചിട്ട് കഴിക്കും. അതൊക്കെ പിന്നെ തേക്കാ, സമയം ഉണ്ടല്ലോ നമുക്ക്. ഇത് മോളെ കണ്ട എന്റെ മോളെ കണ്ട? അവള് രാവിലെ എഴുന്നേറ്റ് എക്സർസൈസ് എല്ലാം കഴിഞ്ഞ് കുളിച്ച് ചന്ദനക്കുറി വരെ ഇട്ടിട്ടാണ് വന്നത്. കണ്ട? ആര് വിളിച്ചു? അവള്. ഞാൻ കുളിക്കാതെ? എനിക്ക് അത്ര വിശ്വാസം പോരാത്. എല്ലാരും നിന്നെ പോലെയാണെന്ന് വിചാരിച്ച അല്ലേ അമ്മ? അല്ല പിന്നെ അവള് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് എന്തോന്ന് കാണിക്കുന്നേ? അല്ല കുടിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. മണത്ത് നോക്ക. നീ എന്ത് പട്ടിയാ? മാറ് മാറ്. എന്താ ഉണ്ടാക്കിയ? ഇടിയപ്പോ? എന്തോന്ന്? എന്തോ മുടിയിൽ എന്തോ ഏതോ? എന്തോന്ന് മുടി എന്ത് ഇങ്ങനെ ഇരിക്കണ? ഭയങ്കര സ്മൂത്ത് ആയിട്ട്. ഇല്ല എന്തോ ചെയ്ത് അല്ലേ അമ്മ? എന്തോന്നും ഒരു വ്യത്യാസം ഉള്ള പോലെ അല്ലേ? ആരുടെ അവിടെ? അച്ഛാ എന്തോ ചെയ്തില്ല അച്ഛാ? എനിക്ക് അറിഞ്ഞൂടാ. ആര് ചോദിക്കണതൊക്കെ? സത്യം പറ, എന്തോ ചെയ്താ റിങ്കി? ഞാൻ എന്തോന്ന്? എന്റെ മുടി ഇങ്ങനെ തന്നെ നാച്ചുറൽ ആണ്. നാച്ചുറലാ? ഇന്നലെ കിടന്ന് ഉറങ്ങണ വരാ നീ ചകിരിനാര് പോലെയാണല്ലോ ഇരുന്നത്. എന്തോന്ന് രാവിലെ എണീച്ചപ്പോ നാച്ചുറല്? അതെ, നിന്നെ പോലെ കുളിക്കാതെയും നനയ്ക്കാതെയും അല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ കുളിച്ച് നല്ല പോലെ മുടി ചെയ്യും. അതാണ് എന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത്. മനസ്സിലായ? ഒരു ഇടിയപ്പം കൂടെ കഴിക്കും മോളെ. ഇനി പോവാലോ? എന്തോ വശ കൊണ്ടമ്മ
അവള് പറഞ്ഞ കാര്യം ശരിയാണ്. അവളുടെ മുടി കണ്ട എന്ത് നന്നായിരിക്കുന്നു. ഇത് കണ്ട ചകരി തല പോലെ ജടയും പിടിച്ചിരിക്കുന്നത്. നമുക്കേ മണി ഇവിടെ മുടി പിടിച്ച് മുട്ട കഴിക്കണം. വേണം വേണം. എന്തോന്ന് അച്ഛന് അത്ര നിർബന്ധം ഉണ്ടെങ്കിൽ എന്റെ അമ്മേരെ മുടി ഉണ്ടല്ലോ അതും ചകരി നാരും എല്ലാം ഇരിക്കണം. അത് എടുത്ത് മുട്ട അധികം വർഷം വേണം. ഇടിപ്പം വേണം. ഓ എന്നാലും ഞാൻ ഇന്നലെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോഴത്തെ നീ രാവിലെ തന്നെ ഉണ്ടാക്കിയല്ലേ ഇടിയപ്പം? പിന്നല്ല എന്റെ രവിയേട്ടന്. ഇത് അരി നീ പൊടിപ്പിച്ച് വറുത്തത് തന്നെയാണോ അതോ പൊടി വാങ്ങിച്ചാണോ അരിപ്പൊടി? രണ്ടും ഉണ്ട്. പകുതി ഇവിടെ ഉള്ള പൊടി ഉണ്ടായിരുന്നു. മതി മതി, പിന്നെ കാര്യമായിട്ട് പിന്നെ കഴിക്കാം. അതെ എന്റെ കൈ വൃത്തിയില്ല. ഇച്ചിരി താ ടേസ്റ്റ് ഒക്കെ. ആ ആരും ഇല്ലെങ്കിൽ വാ. മുട്ട ഉണ്ടോ ബാക്കി? അല്ല ഉപ്പുണ്ടോ നോക്കിയാല്. എന്റെ കൈ ശരിയല്ലായിരുന്നു. ഉപ്പുണ്ടോ നന്നായിട്ട്? അമ്മേനെ കൈ കൊള്ളൂല, അതുകൊണ്ട് നോക്കി കൊടുത്തല്ലേ. എന്റെ കയ്യിൽ മൊത്തം മാവടി. എനിക്കത് തോന്നി. എന്ത് കുഴപ്പം? മതി തിന്നത് മതിയേ. അവിടെയൊക്കെ ഇട്ട് എന്തായാലും നാണം കിട്ടും. നിങ്ങൾ കഴിയും. മതി, നീ തന്നെ കഴിച്ചാൽ മതി. എന്തടി നീ എന്നെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ? നീ എങ്ങനെ ഉണ്ട്? നീ നോക്കുന്ന ഞാൻ കണ്ടല്ലോ. ഞാൻ നോക്കില്ല, ചുമ്മാ കളത്താൻ പറഞ്ഞ കണ്ണൂത്ത് പിടിക്കും കേട്ടോ ഞാൻ. എന്തോ ആ കണ്ണു കുത്തി ആ, പൊട്ടിക്കും. എന്നാ എനിക്കൊന്ന് കാണണല്ലോ. നീ ഒന്ന് പൊട്ടിലടി, പൊട്ടില്. അയ്യോ അയ്യോ അമ്മ ഓടി പറഞ്ഞ ഈ മൂത്ത മോളെ എന്റെ കൈ ഇടിച്ചു പൊട്ടിക്കണേ അമ്മ. ഒന്ന് കൈ ഞാൻ വെറുതെ പിടിച്ചപ്പോ നീ ഇത്രയും നില പിടിക്കുന്നല്ലേ? അപ്പൊ രണ്ടെണ്ണം ഞാൻ പറ്റിച്ചിട്ട് എന്നെ കാര്യം. നിനക്ക് ഇത്ര അഹങ്കാരം. പിള്ളേരെ ബഹളം കേൾക്കുന്നു. കോള് ചോദിച്ചാ ഞാൻ നിന്നെ അയ്യോ മണി, ഓ സബാഷ്. മണി, അയ്യോ അമ്മ, അയ്യോ എന്റെ മൂക്കിടിച്ച് പരത്തി ഇവള്. അമ്മയുടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞില്ലേ അമ്മ ഇവളെ ബോക്സിങ്ങിന് വിടല്ലേ വിടല്ലേന്ന്. നിങ്ങൾക്കൊക്കെ തമാശ. മണി, അമ്മ അത് ഇവിടെ ചുമ്മാ നിന്ന് എന്നെ ഇവള് ഇടിച്ച് അത് ചോദിക്കാൻ വന്ന അച്ഛൻ ഇവള് മൂക്കിടിച്ച് പറ്റിയച്ചാ അമ്മ. എന്തെന്നടി നോണയാണ് അമ്മ ഈ പറയുന്ന മൊത്തം. നോണയാ? നീ ഇടിച്ചില്ലേ? അത് ഞാൻ അറിഞ്ഞോണ്ടല്ല. മനഃപൂർവ്വം. കൈ അറിയാതെ വന്ന് എങ്ങനെ മുക്കിയിരുന്ന? മണി വാ, എനിക്ക് ഐസാട്ട വെക്കി. എന്നാലും സ്വന്തം അച്ഛനെ ഉപദ്രവിക്കാൻ നിനക്കൊക്കെ എങ്ങനെ തോന്നി? അയ്യോ ഞാൻ മനസ്സാ വാച കർമ്മണ നിന്നോട് ഞാൻ ദൈവം ചോദിക്കും. വാ, ഐസാട്ട വെക്കി. ആ ഒച്ചേ എപ്പോഴും കിട്ടും ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന്. തലയില് തേച്ച് എന്തോന്ന് ചേച്ചി? പറഞ്ഞുതരാന്ന് ഞാൻ വിചാരിച്ചാണ്. ഇനി ഞാൻ ചത്താലും പറഞ്ഞു തരൂല. നോക്കിക്കോ. ഒരു പഞ്ഞിയ തുണി എന്തെങ്കിലും ഇട്. ഈ കൊച്ചനെന്ത് ഭ്രാന്ത്. ഈ പരസ്യത്തിലുള്ള പെമ്പിള്ളേരെ പോലെ ഉണ്ട് എന്റെ മുടി. ഹാ പണ്ടൊക്കെ എന്തോരം ഹെയർ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്റെ ഫ്രണ്ട് പ്രിയയാണ് റെക്കമെൻഡ് ചെയ്തത്. എന്തോന്ന്? അതെന്തിനു നിന്നോട് ഞാൻ പറയണേ? എന്നാ വെച്ച എന്തിന് ഇരിക്കട്ടെ. നീ ഇത് വെച്ച കോതിയ സ്മൂത്താവോ? അയ്യോ അച്ഛൻ പറയേണ്ടത് എന്ത് ശരിയാണ്. എന്തൊരു ചെടയാ അവൾക്ക് എന്തോ മുടിയിൽ തേക്കണുണ്ട്. ഇല്ലെങ്കിൽ അവളെ മുടി ഇങ്ങനെ കിടക്കൂല. ചോദിച്ചവിടെ പിശാച്ച് പറയത്തുമില്ല. എന്ത് ചെയ്യും ഇപ്പം? കാർത്തൂനെ വിളിക്കാം. ആ കാർത്തു, എടി നീ എവിടെ? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. അയ്യോ എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴേ നിന്നെ കാണണമെന്നൊരു തോന്നല്. ഒന്ന് പെട്ടെന്ന് വായിച്ചു അങ്ങോട്ട്. കണ്ണനൊന്നും വേണ്ട, നീ വന്നാ മതി. പെട്ടെന്ന് വാ, അർജന്റാണ്. ആ പറഞ്ഞേ. അവള് വരട്ടെ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഞാൻ. എന്നിട്ട് ആര് പറഞ്ഞു? ആഹാ ഇല്ല നാളെ. ആ
കണ്ട ഞാൻ പറഞ്ഞില്ലേ, നോക്ക് നോക്ക്. മുടിക്ക് നല്ല മാറ്റമുണ്ട്. അതാണ് എന്തോ സ്പെഷ്യലായിട്ട് മേടിച്ച് തേച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനത്തെ മാറ്റമൊന്നും സംഭവിക്കൂല. റൂമൊന്നും നമുക്ക് അഴിച്ചു പറിക്കാലോ. എടി അതൊക്കെ ഞാൻ അരിച്ച് പറക്കി നോക്കി, പക്ഷെ സാധനം കണ്ടില്ല, എവിടെയോ ഞാൻ കാണാതെ ഒളിപ്പിച്ച് വെച്ചേക്കാണ്. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എടി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിച്ചത്. ഒരു ഐഡിയ ഉണ്ട്. എന്തോന്ന് ചുറ്റിക്കളി, എന്തൊരു കള്ള ലക്ഷണം, എന്തോന്ന് പിങ്കി? ഇല്ല കള്ള ലക്ഷണമൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഒന്നുമില്ല. അത് കാർത്തു പറയായിരുന്നു, എന്തോന്ന് അച്ഛനെ കണ്ടില്ലല്ലോ എന്ന്. ആണോ മക്കളെ? ഇത്രയും വലിയ അച്ഛനെ കാണാതിരിക്കുക ഇവളുടെ കണ്ണിലെന്ത്? എന്ത് അവളെ കണ്ണിന് പ്രശ്നമൊന്നുമില്ല. എന്റെ കണ്ണിലാണല്ലോ പ്രശ്നം. അച്ഛൻ ഇന്ന് ജോലിക്കൊന്നും പോണ്ടേ? ഞായറാഴ്ച നിന്റെ അച്ഛൻ കൊണ്ടുവച്ചിരിക്കണ ജോലി. അതിനിപ്പോ ചൂടാവണ എന്തിനാ, ഞാൻ ചോദിച്ചല്ലേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാ ചോദിച്ചു വിട് വിട്. എന്തോന്ന് രണ്ടിന്റെ കയ്യിൽ 24 മണിക്കൂർ മറ്റേ പശ തേച്ച് ഒട്ടിച്ചത് പോലെയാണ് ഫോൺ ഇരിക്കുന്നത്. ഒന്നുകിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ രണ്ടും കൂടെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അമ്മയെ സഹായിക്കണം എന്നുള്ള ചിന്ത ഏതെങ്കിലും ഒന്നിനുണ്ടാ? അതെ മണി, രാവിലെ വന്ന് തിന്ന് സഹായിച്ചില്ലേ, ഇനി വരും 1 മണിയാവുമ്പോ രണ്ടും കൂടി സഹായിക്കാൻ. അച്ഛാ ഞാൻ പറയാനുണ്ടോന്ന് ഒന്നും തോന്നല്ലേ അച്ഛാ? ഇല്ല. എന്ത് മക്കളെ? വന്ന് അച്ഛന് ഒട്ടും ഹ്യൂമർ സെൻസ് ഇല്ല. അച്ഛന്റെ കോമഡി ഒക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചേ മിണ്ടായിരിക്കാം, ഞാൻ അടിച്ചു കയറി. അമ്മ ഇവരാരും സഹായിക്കാൻ വന്നില്ലെങ്കിൽ എന്റെ അമ്മയെ ഞാൻ സഹായിക്കാം. ബാ. അയ്യോ എന്റെ ഒരുത്തിക്കെങ്കിലും തോന്നിയില്ല. ബാ ബാ ബാ, നീ മനസ്സ് മാറാനും പോ. കമ്പനിക്ക് ഓ കമ്പനിക്ക് എനിക്ക് പോ, അറിയാം. ഞാൻ പോയിക്കോളാം. ചേച്ചി നമുക്ക് റൂം മൊത്തം തപ്പിയാലോ? എന്തോന്ന്? മറ്റേ ചേച്ചിയുടെ സ്മൂത്ത് ചെയ്യുന്ന സാധനം എന്താണ്? നീ അവിടെ നോക്ക്. വല്ല തുമ്പുല കിട്ടും. കിട്ടും. കാർത്തു എവിടെയുണ്ട്? പെട്ടെന്ന് തപ്പാൻ കിട്ടും. കിട്ടിയാ? കിട്ടിയില്ല ചേച്ചി. കിട്ടിയോ? എവിടെ നിന്ന്? ഞാൻ പറഞ്ഞില്ല, അവള് ഏതോ ഒരു നല്ല സ്ഥലത്താണ് ഒളിപ്പിച്ച് വെച്ചേണ. നോക്കിട്ട് കാര്യമില്ലടി. നീ നേരത്തെ ഒരു റിസ്ക് ഉള്ള ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ലേ? ആന്ന് തോന്നുന്നു. അത് വേറെ ഒന്നുമില്ല. നമ്മള് നേരെ റിങ്കി ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ചേച്ചിയുടെ കാലം പിടിക്കാൻ. ചേച്ചിയുടെ കാലങ്ങ് പിടിക്കാൻ. കാല് പിടിക്കാനാ? അവളുടെയാ? എന്റെ പട്ടി പിടിക്കാനുള്ള കാല് എനിക്കൊന്നും പറ്റൂല. അതെ നോക്കിട്ട് കാര്യമല്ലോ, കാല് പിടിക്കാം. അയ്യോ തേങ്ങയ്ക്കും ചിലവയ്ക്കും ഒക്കെ വേദനിക്കും. കുറച്ചും കൂടി ആഞ്ഞ് സ്പീഡില്. മതിയാ, ഇന്നത്തെ കറിക്കുള്ളതാണ്. റിങ്കി, നീ ആ മുടിയിൽ തേച്ചത് എന്തുവാന്ന് എനിക്കും കൂടെ പറഞ്ഞു തരുമോ? എന്റെ മുടി നീ കണ്ട ചകിരി പോലെ. ചകിരി പോലെ. അപ്പം നിന്റെ മുടി പോലെ സ്മൂത്ത് ആയിരിക്കണമെന്ന് എനിക്കും കാണൂല ആഗ്രഹം. ഒന്ന് പറഞ്ഞു തരുമോ റിങ്കി? പ്ലീസ് ഒന്ന് പറഞ്ഞു തരുമോ പ്ലീസ്? പറഞ്ഞൊക്കെ തരാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു കാല് പിടിച്ചിറങ്ങി. എന്തോ അവളെന്തു പറഞ്ഞേ? എന്താണ്? ഇവളുടെ ബുദ്ധിയാണല്ലേ? എന്തുവാടി ഒന്ന് പറഞ്ഞാടി. ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ അനിയത്തില്ലേ? അല്ല, നീ എന്താ ഇപ്പൊ വിളിച്ച? എടീന്ന് അല്ലേ? നീ ആദ്യം എന്നെ ചേച്ചി എന്ന് നീട്ടി വിളിച്ചേ, അപ്പൊ ഞാൻ പറഞ്ഞു തരാം. എന്തോ അമ്മ ഒന്നും ഇത്രയും ചാട കാണിക്കാതെ ഒന്ന് പറഞ്ഞു തരാ. പറ അമ്മ. ഇതിന്ന് പലതുണ്ടെങ്കിൽ പറഞ്ഞുകൊടു. ഇത്ര നേരം രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ മനുഷ്യന്റെ ചെവിതല കേൾക്കാൻ സമ്മതിക്കാതെ.
എടി വല്ല ഷാമ്പോ കണ്ടീഷണറോ ഒക്കെ ആണെങ്കിൽ എന്റെ പേര് പറഞ്ഞാൽ മതി. ഞാൻ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്ത് അങ്ങ് മേടിച്ചോളാം. അച്ഛന്റെ പോക്കറ്റിൽ പൈസ എടുക്കാനോ? എന്റെ പേഴ്സണൽ നോട്ടല്ലേ അടിച്ച് പൊട്ടിച്ചോളെ. അയ്യോ ചുമ്മാ അറിഞ്ഞ എടി, അല്ലെങ്കിൽ തന്നെ ചെലവാണ്. ഒന്ന് പറഞ്ഞു താറെങ്കി പ്ലീസ്, ഒന്ന് പറഞ്ഞേ. എടി ഇത് ഷാമ്പോ ക്രീമോ ഒന്നും അല്ല, പിന്നെ ഞാൻ താളി തേച്ച് കുളിച്ചതാണ്. താളിയാ? ഓ, ചെമ്പരത്തിയുടെ ഇലയും പൂവൊക്കെ വെച്ചിട്ട്. ആ താളിക്കാണ് നീ ഇത്രയും ഷോ ഇവിടെ നിന്ന് കാണിച്ചത്? ഇത് ഈ താളിയൊക്കെ തേച്ചും കൂടി ഇങ്ങനെ നീ എന്തോന്ന് എന്റെ അടുത്ത് പറഞ്ഞത്? ചേച്ചിന്ന് വിളിക്കണോന്നല്ലേ? നിന്നെ ഞാൻ ചേച്ചിന്ന് ഞാൻ സൗര്യല്ലടി, സൗര്യല്ല. നീ വലിയ ബോക്സറും കാര്യങ്ങളൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ നല്ല നാടൻ തല്ലിന്റെ ആളാണ്. ഒരെണ്ണം തന്നാണ്ടല്ല ചാട കണ്ടില്ല, രാവിലെ തൊട്ട് ഒരുമാതിരി ഷോ ഭയങ്കര. ഇത് വലിയ ഷാമ്പും കണ്ടീഷണറൊക്കെ വരച്ച് തേച്ച കണക്കാണ് താളി തേച്ച. വാർത്തു അമ്മ ഇത് കേട്ടാ? പാലം കടക്കുന്നോളം നാരായണ, പാലം കടന്നപ്പോ പൂരായണ. അതെ, അവൾ ആരെ കണ്ട് പഠിക്കണത്? നിന്നെ കണ്ടല്ലേ പഠിക്കണേ. 8 ഗുണം 10 ഗുണം. മണിയെ, മണി, ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു കുത്തുവാക്ക് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? അങ്ങനെ തോന്നിയാ? തോന്നിയെങ്കിൽ കാര്യമായി. ഓഹോ, അപ്പൊ നിന്റെ ഗുണമൊന്നും കിട്ടിയിട്ടില്ലല്ലേ? കൊള്ളാം മോളെ, കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിവച്ച ഇന്നിനി പ്രാക്ടീസ് ഉണ്ടോ? ഇന്നിനി വൈകുന്നേരം വൈകിട്ടുണ്ട്. ദേഷ്യപ്പെട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. അങ്ങോട്ട് ചെല്ലട്ടാ. നീ ചെയ്യ കൊണ്ട് കണ്ടാ ഒടിച്ചു വിട്ടത് കണ്ടാ? ഇല 3 ഇലേ ഉള്ളൂ. പറിക്കാം. എടി ഇതോ പറഞ്ഞുണ്ട്, നീ വലിയ മൈൻഡ് ചെയ്യണമെന്ന് കണ്ടോ. അത് പിന്നെ ഞാൻ എന്തിനു മൈൻഡ് ചെയ്യാതിരിക്കണം? നിങ്ങള് ചേച്ചിയായിട്ടുള്ള പ്രശ്നത്തിൽ എന്നെ എന്തിനാ അന്നാത്തല്ലേ? ചെമ്പരത്തിപ്പൂ പറിക്കണേണ്. അത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്ത് കലിപ്പുണ്ടാക്കാനൊന്നും അല്ല ഞാൻ വന്നത്. എടി, ചെമ്പരത്തി പൂവും ഈ ഇലയും മാത്രം പോരാ മുടി സ്മൂത്തനിങ് ആവണമെങ്കിൽ. വേറെയും കുറച്ച് ഇലകളും കൂടി ചേർക്കണം. അതേതല്ലോ? അത് വന്നിട്ട് ഇതിന്റെ ഇടയിലുണ്ട്. ഇത് ചൊറിക്കണല്ലേ? പറ്റിക്കാൻ നോക്കണല്ലേ? ഇല്ല, പറ്റിക്കാൻ നോക്കിയതൊന്നല്ല. ഞാൻ ഇതിന്റെ കൂടെ ഇതും കൂടി മിക്സ് ചെയ്തു, അതാണ് ഇത്രയും സ്മൂത്ത് ആയത്. വേണമെങ്കിൽ നിങ്ങൾ തേച്ചാ മതി, എനിക്ക് വല്ല നിർബന്ധമൊന്നുമില്ല. അല്ല പിന്നെ ഞാൻ പോണു. സത്യം തന്നെ ആയിരിക്കും, തേച്ച് നോക്കിയാലോ? കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ലേ? അവക്കൊന്നും പറ്റിയില്ലല്ലോ. ഇതിലെന്ത് കുഴപ്പം? തേക്കാം വാ. കുറച്ച് റെസ്റ്റ് കൊടു. റെസ്റ്റ് കൊടുക്കാൻ നിനക്കല്ല, ആ ഫോണിന്. അതിന് വായണ്ടായിരുന്നെങ്കിൽ നില വിളിച്ചേനെ. അതെ അമ്മ, ഇന്നലെ ഞാൻ ഒരു വർക്കൗട്ട് വീഡിയോ പോസ്റ്റ് ചെയ്തേ. എത്ര കമന്റ്സ് ലൈക്ക് വന്നേക്കുന്നത് കണ്ടോ? കമന്റും ലൈക്കും. ഓ താളി എടുത്തോണ്ടിരുന്ന ആ ചൊറിയണം കൂടെ താളിയിൽ തേച്ച് കഴിഞ്ഞാ മുടിയൊക്കെ ഭയങ്കര സ്മൂത്ത് ആവും. അതെ അതെ, എന്നോട് കളിച്ചാലേ ഇങ്ങനെ ഇരിക്കും കേട്ടാ. അങ്ങനെ നീ മാത്രം സൂക്ഷിക്കണടി. ഇതെന്റെ മക്കളാ, അതാ എന്റെ കാലന്മാരാ. രണ്ടെണ്ണം ഉണ്ട്, കണ്ണ് കാണുന്നില്ല, നീറുന്നു.